എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ചൊരു വിഷമമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കൂടുതലൊന്നും പറഞ്ഞു കിട്ടുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതായത് കുറച്ച് ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ മഴയത്ത് കാണാൻ വണ്ടിയാണോ ഒന്ന് സ്കിഡായിട്ടോ. വണ്ടി സ്കിഡായിട്ട് ഈ വണ്ടി തന്നെയാണ് നമ്മളെ സൈഡ് ഫുള്ള് പണിയായിട്ടുള്ളത്. ഡിവൈഡറിന് കൊണ്ടുപോയിട്ട് തട്ടി ശരിക്കും പണിയായിട്ടുള്ളത്. അപ്പോൾ സൈഡ് എന്താ പറയണ്ട, ഭയങ്കര ഇരുമ്പിൻ്റെ പോലത്തെ ഒരു ഡിവൈഡറാണ് കേട്ടോ. അപ്പോൾ തട്ടലും അത് എന്താണ്ട് അങ്ങ് ഉള്ളിലേക്ക് ശരിയായിട്ട് കയറിയിട്ട് അങ്ങ് പോയി. എന്തോ ഭാഗ്യത്തിന് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷേങ്കിൽ നല്ല ഡാമേജ് തന്നെയാണ്. അങ്ങനെ ഞാനിപ്പോൾ ഷോറൂമിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി 5 വർഷം ഉള്ളിൽ തന്നെയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ബമ്പർ ടു ബമ്പർ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കുറച്ച് പൈസ കൂടുതലുണ്ടെങ്കിലും എന്താ പറയേണ്ടത്, നമുക്ക് അതിൻ്റെ ബാധ്യത എന്ന് വെച്ചാൽ ബാക്കിയുള്ള ബുദ്ധിമുട്ടൊക്കെ എന്ന് വെച്ചാൽ അങ്ങ് ഒഴിവായിട്ട് കിട്ടും. അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ബമ്പർ ടു ബമ്പർ എടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കിക്കോളും. നമ്മൾ ചെറിയ ചാർജസ് കാര്യങ്ങളെ അടക്കേണ്ടി വരും, ബാക്കി ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ബമ്പർ ടു ബമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മളെ കൈമിൽ നിന്ന് ഒരുപാട് പൈസ കേട്ടോ. കാരണം വണ്ടി ടാറ്റ നെക്സോൺ ആണ്. അപ്പോൾ എല്ലാത്തിനും കുറച്ച് എക്സ്പെൻസീവ് തന്നെയായിരിക്കും. സാധനത്തിനെല്ലാം കുറച്ച് പൈസ കൂടുതൽ. ഇവന്മാർ ടാറ്റക്കാർ പൈസ എന്തായാലും കൂടുതൽ എടുക്കുന്നുണ്ട് സാധനത്തിനെല്ലാം. പിന്നെ 5 വർഷം കഴിഞ്ഞാൽ മാക്സിമം ഫസ്റ്റ് പാർട്ട് എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ നമുക്ക് കണ്ടിന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക. ഫസ്റ്റ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 50% നമ്മളെടുത്ത് എന്തായാലും നമ്മൾ കൊടുക്കേണ്ടി വരുന്നതാണ് ഇവർ പറഞ്ഞ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നേരെ നമ്മൾ ഷോറൂമിലേക്ക് പോവാണ്. അപ്പോൾ ഷോറൂമിൽ നിന്ന് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ കാര്യങ്ങൾ അവരെന്താ പറയുന്നതെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് പുറത്തെ വിഷ്വൽസ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ സംഭവ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് പുറത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് ചെന്ന് നോക്കാം. അപ്പോൾ നല്ല മഴയാട്ടോ. ഞാൻ നിങ്ങൾക്ക് ആ ഭാഗം കാണിച്ചു തരാം, എവിടെയാണ് എന്നാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. ഷോറൂമിൻ്റെ മുന്നിലെത്തിയിട്ടുള്ള കേട്ടോ. ഷോറൂം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. KVRലെത്തിയില്ല, കണ്ണൂർ KVRലുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഷോറൂമിൻ്റെ ഉള്ളിൽ കയറി വെക്കാം, അവരെന്താ പറയുന്നതെന്നൊക്കെ അറിയാനായിട്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽ പറഞ്ഞുതരാം. എന്തായാലും ബമ്പർ ടു ബമ്പർ ഉണ്ട്, അവിടെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നോക്കട്ടെ എന്താ പറയുന്നത്. നോക്കട്ടെ. ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഡോർ ഓപ്പണിങ്ങിന് ചെറിയൊരു ബുദ്ധിമുട്ട്. ഡോർ ഓപ്പൺ ആണ്, കാരണം ഇവിടെ വന്നിട്ട് ടച്ച് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് ഡോറ് ക്ലിയർ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഉള്ളിലേക്ക് എന്തായാലും കയറി പോയിട്ടില്ല കേട്ടോ. കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് ഉള്ളിൽ അധികമായിട്ട് കയറിപ്പോയില്ല. അപ്പോൾ നോക്കട്ടെ, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലൊന്ന് ചെന്ന് നോക്കട്ടെ അവരെന്താ പറയുന്നത് നോക്കാം. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല. ബമ്പർ ടു ബമ്പർ എടുത്തുകൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ ഫോർവേഡ് ചെയ്യുന്നത്, അതായത് 5 വർഷമായി, ഇപ്പം ഇനി 6ാമത്തെ വർഷം ബമ്പർ ടു ബമ്പറിലേക്ക് പോകാൻ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പൈസയെ പോകുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അടിക്ക് ഒരു 50,000 റുപ്യ നമ്മളെ കയ്യിൽ നിന്ന് കൂളായിട്ട് അങ്ങ് പോകും കേട്ടോ. എങ്ങനെയാലും പോകും. പെയിൻ്റ് അടിച്ച് സാധനം മാറ്റുമ്പോഴത്തേക്ക് അവർ മൊത്തം സാധനവും മാറ്റി പെയിൻറ്റിൽ അടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാലും നമ്മളെ പൈസ പോകും. അപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലും ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ പോവാം കേട്ടോ. ഓക്കെ, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമർ അഡ്വൈസർ, അവർ ബോഡി ഷോപ്പിൻ്റെ അഡ്വൈസർ, നല്ലൊരു അടിപൊളി മനുഷ്യനാണ്. അവർ ഒരാഴ്ച കൊണ്ട് സാധനം, ഇപ്പം 2-3 സാധനം ഇല്ല, അപ്പോൾ ഒരാഴ്ച കൊണ്ട് സംഭവം സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മളെ നെക്സ്റ്റ് അപ്ഡേഷൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇടുക കേട്ടോ. അപ്പോൾ യാത്രയെല്ലാം മുടങ്ങിയിട്ടുള്ളത്. ഇനി ട്രെയിനിലോ ബസ്സിലോ നമുക്ക് സൂപ്പർ